BJP നേതാവ് നോബിൾ മാത്യു കൂടി ചേർന്നിട്ടുണ്ട്. ശ്രീ നോബിൾ മാത്യു, അതായത് 8,600 ചില്ലുമാനം, അതായത് കഴിഞ്ഞ 2021 സ്ഥാനാർത്ഥിയായ സുരേഷ് കുമാറിന് ലഭ്യമായിട്ടുള്ള അശോക് കുമാറിന് ലഭ്യമായിട്ടുള്ള അത്ര 146 വോട്ട് മാത്രമേ നിങ്ങൾ അധികം പ്രതീക്ഷിച്ചിട്ടുള്ളൂ. കാരണം 2021 ശേഷം 2 ഉപതെരഞ്ഞെടുപ്പുകൾ ലോക്സഭയിൽ നടന്നു. അപ്പോൾ നിങ്ങൾ നേടിയിട്ടുള്ള ആ വോട്ടുകൾ ഇപ്പോൾ പറയാം. നമുക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പോ അല്ലെങ്കിൽ പൊതു തെരഞ്ഞെടുപ്പോ അല്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പോ അല്ല ഒരു ഉപതെരഞ്ഞെടുപ്പിന്റെ സാഹചര്യം എന്ന് പറയുമ്പോഴും ഈ വർഷങ്ങൾക്ക് ഇത്രയും കാലയളവിന് ശേഷം കേന്ദ്ര സർക്കാരിന്റെ എത്രയോ പ്രോജക്റ്റുകൾ നിങ്ങൾ ഇവിടെ പ്രചരണ വിഷയമാക്കിയിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികൾ നിങ്ങൾ അവതരിപ്പിച്ചു. അതിനപ്പുറത്തേക്ക് ഒരു ക്രിസ്ത്യൻ സമൂഹത്തിന്റെ ടൈപ്പ് കടന്നുപോയ തിരഞ്ഞെടുപ്പിലൊക്കെ നിങ്ങൾക്ക് ഗുണകരമായി ഭവിച്ച കാര്യമാണ്. അതേ ഒരു സാഹചര്യം ഇവിടെ നിലമ്പൂരിലും ഉണ്ടായിരുന്നു. എന്നിട്ട് കൂടി 146 ചില്ലുമാനം വോട്ടിന്റെ മാത്രമേ നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നുള്ളൂ. ശ്രീ നോബിൾ മാത്യു, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. തെരഞ്ഞെടുപ്പിൽ UDF വിജയിച്ചു. ആര്യാടൻ ഷൗക്കത്തിനെയും BD സതീശിനെയും ഒക്കെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. ഭരണവിരുദ്ധ വികാരം സജീവമായിട്ടുണ്ടായിരുന്നു. അതിൽ LDF പരാജയപ്പെട്ടു. ആ ഭരണവിരുദ്ധ വികാരത്തിലുള്ള കൂടുതൽ വോട്ടും UDFന് നേടാൻ സാധിച്ചു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ 2021 അശോകൻ, ഞങ്ങൾ അഡ്വക്കേറ്റ് അശോകൻ സ്ഥാനാർത്ഥിയായിരുന്നു. അദ്ദേഹത്തെക്കാൾ വളരെ കുറച്ച് വോട്ട് കൂടുതൽ ഞങ്ങൾ പിടിച്ചിരിക്കുന്നു. പക്ഷേ കേരളത്തിലെ ഉപതെരഞ്ഞെടുപ്പുകളുടെ ചരിത്രം, ശ്രീധരൻപിള്ള സാറ് ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പ് മത്സരിച്ചപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ വോട്ട് ലഭിച്ചില്ല. ബഹുമാനപ്പെട്ട K. സുരേന്ദ്രൻ കോന്നിയിൽ ഉപതെരഞ്ഞെടുപ്പ് മത്സരിച്ചപ്പോൾ അദ്ദേഹത്തിന് ആദ്യം കിട്ടിയ വോട്ട് ലഭിച്ചില്ല. അതിനുശേഷമുള്ള ആ ചരിത്രങ്ങളെല്ലാം കോട്ടയം ഉപതെരഞ്ഞെടുപ്പായാലും പാലാ ഉപതെരഞ്ഞെടുപ്പായാലും പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പായാലും ഒക്കെ ഞങ്ങൾക്ക് വോട്ട് കുറയുകയാണ് ചെയ്തത്. അവസാനം പാലക്കാടും വോട്ട് കുറഞ്ഞു. അത് ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രത്യേക ട്രെൻഡാണ്. BJP ജയിക്കില്ല എന്നുള്ള ഒരു പ്രചരണം എല്ലാവരും നടത്തും. അതുകൂടാതെ അവിടുത്തെ പ്രത്യേക വിഷയങ്ങൾ ചർച്ചാ വിഷയമാകും. പക്ഷേ ഈ ഉപതെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ 2021 കിട്ടിയതിൽ കൂടുതൽ വോട്ട് കിട്ടി എന്നുള്ളത് തന്നെ വലിയ കാര്യമാണ്. അപ്പോൾ ആ 2021 കിട്ടിയ അതേ വോട്ടും പ്ലസ് ഇത്ര വോട്ടും ആണെന്നുമല്ല. അന്ന് കിട്ടിയ കുറേ വോട്ടുകൾ ചിലപ്പോൾ മാറിയിരിക്കും, വേറെ കുറേ വോട്ടുകൾ കിട്ടിയിരിക്കും. ഏതായാലും ഒരു ട്രെൻഡ് അനുസരിച്ച്, കണക്കനുസരിച്ച് ഞങ്ങൾക്ക് കൂടുതൽ വോട്ട് കിട്ടി. അത് നേടാൻ സഹായിച്ച ഞങ്ങളുടെ BJPയുടെ പ്രവർത്തകരെല്ലാം സജീവമായിട്ട് പ്രവർത്തിച്ചു. കൂടാതെ ഞങ്ങളുടെ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് മോഹൻ ജോർജ്, അദ്ദേഹത്തിൻ്റെ ബന്ധങ്ങളും എല്ലാം ഉപയോഗിച്ചാണ് ഇത്രയും കിട്ടിയത്. ഈ തെരഞ്ഞെടുപ്പിൽ ആദ്യമേ ഞങ്ങളെടുത്ത് ഇതൊരു അനാവശ്യ തെരഞ്ഞെടുപ്പ് എന്നുള്ള ഒരു ബോധ്യമായിരുന്നല്ലോ ഞങ്ങൾക്കുണ്ടായിരുന്നു. പക്ഷേ രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ, ഇന്ത്യയിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ വിട്ടുനിൽക്കുന്നത് ശരിയല്ല. അങ്ങനെ ഞങ്ങൾ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുക ചെയ്തത്. ഇതൊരു തുടക്കമാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഒരു പരാജയമായിട്ട് കാണുന്നില്ല. ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ 140 നിയോജകമണ്ഡലങ്ങളുള്ളതിൽ 130-ാമത്തെ ഞാൻ നേരത്തെ പറഞ്ഞ 100 സംതിങ് അല്ല. അതായത് കമ്മീഷന്റെ അപ്ഡേഷൻ വരുമ്പോൾ കേവലം 53 മാത്രമേ ഉള്ളൂ. 2016 ആ തെരഞ്ഞെടുപ്പിൽ 12,000 ചില്ലുമാനം. അന്ന് ഗിരീഷ് മെക്കാട്ട് BDJSന്റെ സ്ഥാനാർത്ഥി. ഇപ്പോൾ BDJSനെ തന്നെ ഏൽപ്പിച്ചാൽ മതിയായിരുന്നു എന്നൊരു തോന്നൽ ഇപ്പോൾ ഉണ്ടോ? ഇല്ല, അങ്ങനെയുള്ള വോട്ട് 2016 ഞങ്ങൾക്ക് കിട്ടിയ വോട്ട് പല സ്ഥലത്തും അതിന് ശേഷം ബഹുമാനപ്പെട്ട ഗിരീഷ് വെങ്കാട്ടൊക്കെ സജീവമായിട്ട് പ്രവർത്തന രംഗത്തുണ്ടായിരുന്നു. അതിൽ അത്ര വോട്ട് 2021 ആയപ്പോൾ ഞങ്ങൾക്ക് പലയിടത്തും ലഭിച്ചില്ല. പക്ഷേ BJPയിൽ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു വോട്ടിൽ 2021 കിട്ടിയ വോട്ടിനേക്കാളും കൂടുതൽ കിട്ടുന്നത്. അല്ലെങ്കിൽ 2016 കിട്ടിയ വോട്ടിനേക്കാൾ അതിനുശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ കൂടുതൽ കിട്ടിയതും കുറവാകിട്ടിയ പല പറഞ്ഞ നമ്മൾ 53 വോട്ടോ 100 വോട്ടോ 500 വോട്ടോ ഒക്കെ വ്യത്യാസമായിട്ട് അതവിടെ ഇരിക്കണം. പക്ഷേ ഒരു തെരഞ്ഞെടുപ്പിനെ നിങ്ങൾ നേരിട്ട രീതി അത് ശരിയായില്ല എന്നതിൻ്റെ ഒരു കൃത്യമായ പ്രതിഫലനമല്ലേ യഥാർത്ഥത്തിൽ ഈ റിസൾട്ട്? കാരണം ഏത് തിരഞ്ഞെടുപ്പായിക്കോട്ടെ, ഏത് രാഷ്ട്രീയ സാഹചര്യമായിക്കോട്ടെ, ഒരു ഭാവിയിലേക്ക് കേരളത്തിൽ ഭരണം പിടിക്കുമെന്ന് നാഴികയ്ക്ക് 40 വട്ടം പറയുന്ന പല നേതാക്കളെയും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കരുതുന്ന, അങ്ങനെ പ്രതീക്ഷ വെക്കുന്ന ഒരു പാർട്ടിക്ക് അത് ഒരു വാർഡ് തല തിരഞ്ഞെടുപ്പായാൽ പോലും അതിനെ വളരെ ഗൗരവത്തോടെ ഉടനെ തന്നെ ആ പ്രഖ്യാപനം വരുന്ന തൊട്ടു പിന്നാലെ തന്നെ ഒരു സ്ഥാനാർത്ഥി, ഇപ്പോൾ UDF ചെയ്തിട്ടുണ്ടല്ലോ, നിമിഷം വെച്ച് അവർ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നു, പ്രചാരണ പരിപാടികളിലേക്ക് പോകുന്നു. ആ
ആ നിലയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി റീച്ച് ചെയ്യാൻ പറ്റുന്ന ഒരാളെ ആദ്യം തന്നെ അവതരിപ്പിക്കും. ഇദ്ദേഹത്തെ തന്നെയാണെങ്കിൽ ആദ്യം തന്നെ അവതരിപ്പിച്ച് ആളുകളിലേക്ക് എത്താൻ കഴിഞ്ഞിരുന്ന ഒരു 10,000-ന് മുകളിലെങ്കിലും വന്നാൽ നിങ്ങൾക്ക് ആത്മവിശ്വാസത്തോടെ നിൽക്കാമായിരുന്നല്ലോ. അപ്പോൾ ആ സ്ട്രാറ്റജിക്കലി നിങ്ങൾക്ക് പറ്റിയ ഒരു മിസ്റ്റേക്ക് അല്ലേ ഈ നിലമ്പൂരിൽ സംഭവിച്ചത്? അങ്ങനെ ഒരു സ്ട്രാറ്റജിക് മിസ്റ്റേക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല. ഞങ്ങളുടെ പാർട്ടിക്ക് ഒരു ഇതുണ്ട്, ഞങ്ങളൊരു 3 പേരുടെ ലിസ്റ്റ് അയക്കണം, കേന്ദ്രത്തിൽ നിന്നാണ് അത് തീരുമാനിക്കുന്നത്. അങ്ങനെ പല ആലോചനകൾ വഴി. എന്നാലും ഈ തെരഞ്ഞെടുപ്പ് അടിച്ചേൽപ്പിക്കപ്പെട്ട തെരഞ്ഞെടുപ്പാണ് എന്നായിരുന്നു ഞങ്ങളുടെ അന്നും ഇന്നും ഉള്ള കാഴ്ചപ്പാട്. പക്ഷേ പ്രവർത്തന രംഗത്ത് ഞങ്ങൾ ശക്തമായിട്ട് പ്രവർത്തിച്ചു. BJP സർവ്വശക്തിയും ഉപയോഗിച്ച് പ്രവർത്തിച്ചു. ലഭിക്കാവുന്ന എല്ലാ വോട്ടുകളും നേടി. പിന്നെ ഞങ്ങളവിടെ പറഞ്ഞ രാഷ്ട്രീയം, വികസനത്തിൻ്റെ രാഷ്ട്രീയം, ആ വികസന രാഷ്ട്രീയം ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ ജയിച്ചാൽ നിലമ്പൂർ ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കും, നഞ്ചൻകോട് റെയിൽവേ യാഥാർത്ഥ്യമാക്കും, അതൊക്കെ അതുപോലെ വന്യജീവി സംഘർഷം അതിനു വേണ്ടി പരമാവധി കർഷകർക്ക് അനുകൂലമായിട്ടുള്ള നടപടികളെടുക്കും. നോബൽ മാറ്റി മുൻകൈയെടുത്ത് അവിടെ ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി അവിടെ ഇറക്കിയതാണ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ജനം വിശ്വസിച്ചില്ല. മാത്രമല്ല താങ്കൾ പറഞ്ഞുവല്ലോ സ്ഥായിയായ പ്രശ്നങ്ങളാണ് നിങ്ങളൊക്കെ അവതരിപ്പിച്ചത് എന്ന്. അപ്പോൾ അതൊക്കെ ഒരു തരത്തിലും അഡ്രസ് ചെയ്യപ്പെട്ടില്ല. നേരത്തെ പറയുന്നത് വിഷയങ്ങൾ ചർച്ചയായി, പക്ഷേ അതിന് പ്രതിവിധി കാണാൻ BJP കൊണ്ട് കേരളത്തിൽ നിലവിൽ കഴിയില്ല എന്നുകൂടിയാണ് നിലമ്പൂരിലെ ജനങ്ങൾ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. കേരളത്തിലെ ജനങ്ങൾ മാന്ത്രികതയൊന്നും പ്രതീക്ഷിക്കുന്നില്ല. അതൊരു പാർട്ടിയിൽ നോബൽ മാറ്റി പറയുന്നത് നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. ഇന്ന സമയത്ത് മാത്രമേ ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടാകാൻ കഴിയൂ, അല്ലെങ്കിൽ നിശ്ചയിച്ചു പോകാൻ കഴിയില്ല. തെരഞ്ഞെടുപ്പ് പലപ്പോഴും ഉണ്ടാകും. അത് രാഷ്ട്രീയം അങ്ങനെയാണ്.